بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. قال الإمام السعدي رحمه الله: الحديث الثالث والعشرون 23 حديث. عن أبي قتادة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم في الحرة: إنها ليست بنجس، إنها من الطوافين عليكم والطوافات. رواه مالك وأحمد وأهل السنن الأربعة. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അൽ ഹാരിസ് ഇബ്നു റിബഈ. അൽ ഹാരിസ് ഇബ്നു റിബഈ അൽ അൻസാരി അബൂ ഖതാദ ഫാരിസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാരിസ്, കുതിരപ്പടയാളി എന്നറിയപ്പെടുന്ന സഹാബിയാണ് അബൂ ഖതാദ അൽ അൻസാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഏത് യുദ്ധത്തിൽ വെച്ചാണത്? ഗസ്വതു ദീ ഖറത്ത്. ഗസ്വതു ദീ ഖറത്ത്. قال صلى الله عليه وسلم: خير فرساننا اليوم أبو قتادة، وخير رجالاتنا سلمة بن الأكوع. سلمة ابن الأكوع. خير فرساننا اليوم أبو قتادة. ഏറ്റവും നല്ല കുതിരപ്പടയാളി, ഏറ്റവും ഖൈറായിട്ടുള്ള കുതിരപ്പടയാളി ഇന്ന് അബൂ ഖതാദയാണ്, അബൂ ഖതാദ അൽ അൻസാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദ് മുതൽ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത സഹാബിയാണ്. ഉഹദ് യുദ്ധം മുതൽ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത സഹാബിയാണ് അബൂ ഖതാദ അൽ അൻസാരി. അദ്ദേഹത്തിന്റെ പേര് ഏറ്റവും സഹീഹായത് അൽ ഹാരിസ് ഇബ്നു റിബഈ എന്ന പേരാണ്. ഇതിന് വേറെ പേരുകൾ പറയപ്പെടുന്നുണ്ട്, അതിൽ ഏറ്റവും അസഹ് അൽ ഹാരിസ് ഇബ്നു റിബഈ. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ഹിറ, അതായത് പൂച്ചയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിനജസ്, അതെന്തല്ല, നജിസല്ല, നജിസായിട്ടുള്ള ജീവിയല്ല പൂച്ച. ഇന്നഹാ മിനത് തവാഫീന അലൈക്കും വത്തവാഫാത്ത്. ഈ ഹദീസിൽ സബബുണ്ട്. ലിഹാദൽ ഹദീസ് സബബുൻ ഫഖദ് റവാ അൽ ഖംസ عن كبشة بنت كعب بن مالك رضي الله عنه، وكانت تحت ابن أبي قتادة. قال أن أبا قتادة دخل فسكبت له وضوءا، فجاءت حرة فشربت منه. فأبو قتادة رضي الله عنه അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് വേണ്ടി വുളൂ ചെയ്യാൻ വേണ്ടി വെള്ളം എടുത്തു വെച്ചു. അദ്ദേഹത്തിന് വുളൂ എടുക്കാൻ വേണ്ടി വെള്ളം വെച്ചു. ശേഷം വന്ന വെള്ളം പാത്രത്തിൽ വെച്ചു. ഫജാഅത് ഹിറ ഫശരിബത് മിൻഹു. അങ്ങനെ ഒരു പൂച്ച വന്നുകൊണ്ട് ആ പാത്രത്തിലുള്ള ബാക്കി വെള്ളം കുടിച്ചു. قالت كبشة فرآني أنظر إليه فقال: تعجبين يا ابنة أخي؟ فقلت: نعم. فقال: إن رسول الله صلى الله عليه وسلم قال: إنها ليست بنجس، إنها من الطوافين عليكم والطوافات. طيب. فالنبي صلى الله عليه وسلم പൂച്ചയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് നജിസായിട്ടുള്ള മൃഗമല്ല. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ കറങ്ങിത്തിരിയുന്ന, ചുറ്റിത്തിരിയുന്ന, കൂടുതലായിക്കൊണ്ട് വീട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവി മാത്രമാണ്. ഈ ഹദീസിൽ നിന്നൊരു ഫായിദ, അന്ന ഫമൽ ഹിറ താഹിർ, പൂച്ചയുടെ ഫം അല്ലെങ്കിൽ അതിന് ഉമിനീര് എല്ലാം താഹിറാണ്. അതിന്റെ സൂർ എന്ന് പറഞ്ഞാൽ
സൂറുൽ ഇനമാ ബഖിയ ഫീഹി മിൻമ, അതായത് പൂച്ച കുടിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ബാക്കിയുള്ള വെള്ളം, അതെന്താണ്? താഹിറാണ്. ഒരു പാത്രത്തിൽ നിന്നൊരു പൂച്ച വെള്ളം കുടിച്ചു, ബാക്കി അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് താഹിറാണ്. വഅന്നഹു യൻബഗി അർറിഫ്ഖ് ബിൽ ഹിർറതി കമാ യൻബഗി അർറിഫ്ഖ് ബിൽ ഖാദിം. ഒരു ഖാദിമിനോട്, വീട്ടിലുള്ള ഒരു ഖാദിമിനോട് റിഫ്ഖ് അനിവാര്യമാണെന്നതുപോലെ തന്നെ പൂച്ച അതിനോട് റിഫ്ഖ് അനിവാര്യമാണ്. വത്തവാഫാത് ഐ ലികസറതി ദുഖൂലിഹിം വതവാഫിഹിം ഫിൽ ബുയൂത്ത് വശബ്ബഹ ബിഹിം അൽ ഖിതത് ലികസറതി ദുഖൂലിഹാ വവുജൂദിഹാ ഫിൽ ബുയൂത്ത്. അവിടെ തവാഫാത്ത് എന്ന് പറയാനുള്ള കാരണം അതാണെന്ന്, ലികസറതി ദുഖൂലിഹിം വതവാഫിഹിം ഫിൽ ബുയൂത്ത്, വീടുകളിൽ അധികമായി കൊണ്ട് കയറുകയും അതുപോലെ തന്നെ അവിടെ ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്ന ജീവി എന്നുള്ള നിലക്കാണ് തവാഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വീടുകളിലൊക്കെ കാണപ്പെടുന്നതാണ്. ഇന്നൽ ഹിറ ലികസറതി ഇത്തിസാലിഹാ ബി അഹ്ലിൽ മൻസിൽ ഖഫഫ അല്ലാഹു തആല അലാ ഇബാദിഹി ഫജഅലഹാ ഗൈർ നജസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പൂച്ചയുമായി ബന്ധപ്പെട്ട ഹുക്മ അത് എളുപ്പമാക്കി കൊടുത്തു, അതിൽ ലഘുവാക്കി കൊടുത്തു. അതെന്തല്ല? നജസല്ല. ഫസുറുഹാ താഹിറുൻ ഇദാ ലം യകുൻ അലൈഹി നജാസ ളാഹിറ. ളാഹിറായിക്കൊണ്ട് ആ വെള്ളത്തിൽ നജസില്ല എങ്കിൽ പൂച്ച കുടിച്ച ബാക്കി വെള്ളം താഹിറാണ്. ഫഇൻ കാന അലൈഹി നജാസ ളാഹിറ ഫയൻജുസു ബിഹാദിഹി നജാസ ലാ ബിഫമിഹ. ആ പൂച്ചയുടെ ഫമ്, ആ വായ അതിലിട്ടു എന്നത് കൊണ്ടല്ല പിന്നെ അത് നജസാകുന്നത്, നേരെ മറിച്ച് ളാഹിറായിട്ട് മറ്റ് നജസുകൾ അതിൽ കലർന്നുകൊണ്ടാണ്. ഖാല ഹുക്മു തർബിയത്തുൽ ഖിത്തത് ഫിൽ മനാസിൽ, വീടുകളിൽ പൂച്ചയെ വളർത്തുന്നതിന്റെ ഹുക്ം എന്താണ്? അജാസ അഹ്ലുൽ ഇൽം തർബിയത്തുൽ ഖിത്തത് ഫിൽ മൻസിൽ ഫിൽ ബുയൂത്ത് ഇദാ കാന ലിഗറദ് മുഅ്തബർ ശർഅൻ كأن يكون ذلك لدفع ضرر بعض الدواب من حشرات ونحوه، إلا أنه ينبغي على من أراد تربيتها أن يحسن إليها فيطعمها أو يتركها تأكل من خشاش الأرض. പൂച്ചയെ വളർത്തുക എന്നുള്ളത് ജായിസാണ്. അത് എന്തെങ്കിലും ദറർ പ്രതിരോധിക്കാൻ വേണ്ടി, എന്തെങ്കിലും ഉപദ്രവങ്ങൾ തടുക്കാൻ വേണ്ടി, അതിൽ വീട്ടിൽ വരുന്ന എന്തെങ്കിലും ജീവികളോ പ്രാണികളോ അതിനെ തുരത്താൻ വേണ്ടിയിട്ടൊക്കെ വളർത്താൻ ജായിസാണ്. അങ്ങനെ വളർത്തുന്ന സമയത്ത് അതിന് തർബിയത്ത് ചെയ്യുന്ന ആളുകൾ അതിനോട് ഇഹ്സാൻ ചെയ്യൽ വാജിബായിട്ടുള്ളതാണ്. പൂച്ചയോട് അല്ലെങ്കിൽ ഏത് ജീവിയാകട്ടെ, വളർത്തുന്ന ഏത് ജീവിയാകട്ടെ, പൂച്ചയോ ആടോ മാടോ അല്ലെങ്കിൽ വേട്ടക്കോ കാവലിനോ വേണ്ട നായയാകട്ടെ, എല്ലാത്തിനോടും റിഫ്ക്ക് കാണിക്കുക, അതിനോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് വാജിബായിട്ടുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ അതിനെ അഴിച്ചുവിടുക. അത് ഭൂമിയിൽ നിന്നുള്ള എന്തെങ്കിലും ഹശറാത്തുകൾ, പ്രാണികളെ അതെങ്കിലും വിശപ്പടക്കിക്കൊള്ളും. فعن عبد الله بن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال دخلت امرأة النار في هرة ربطتها. ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു ഒരു പൂച്ചയെ കെട്ടിയിട്ട കാരണത്താൽ. ഫലം തുത്ഇംഹ, അവൾ അതിന് ഭക്ഷണം കൊടുത്തില്ല. വലം തദഅഹാ തഅകുൽ മിൻ ഖശാശിൽ അർദ്, ഭൂമിയിൽ നിന്നുള്ള ഖശാശ് ഐ ഹശറാത്ത്, ജീവികളെ പ്രാണികളെ തിന്നാനും അതിനെ വിട്ടില്ല. അങ്ങനെ ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. ഖാല ഹുക്മു നജാസതി ബൗലിൽ ഖിത്തത് വ റൗസുഹ, പൂച്ചയുടെ മൂത്രത്തിന്റെയും അതുപോലെ അതിന്റെ കാഷ്ടത്തിന്റെയും ഹുക്ം എന്താണ്? ഇത്തഫഖ ജുംഹൂറുൽ ഉലമാ വ ജുംഹൂർ അഹ്ലുൽ ഇൽം മിനൽ ഫുഖഹാ അലാ നജാസതി ബൗലിൻ വ റൗസിൽ ഹയവാൻ ഗൈർ മഅകൂലിൽ ലഹം. ഇറച്ചി ഭക്ഷിക്കപ്പെടാത്ത മൃഗങ്ങളുടെ മൂത്രവും കാഷ്ടവും നജിസാണ് എന്ന കാര്യത്തിൽ ജുംഹൂർ ഭൂരിഭാഗ ഉലമാക്കളും ഇത്തിഫാക്കിലാണ്. ഇറച്ചി ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ കാഷ്ടവും മൂത്രവും നജിസാണ് എന്ന കാര്യത്തിൽ ഭൂരിഭാഗ ഉലമാക്കളും ഇത്തിഫാക്കിലാണ്. വഅല ദാലിക അസ്സലാ
لا تصيح في المكان الذي بالت فيه القطة أو الهرة أو راثت فيه فيجب تطهيره بالماء بسكبه على موضع النجاسة. പൂച്ചയുടെ മൂത്രമോ അല്ലെങ്കിൽ കാഷ്ടമോ ഉള്ള സ്ഥലത്ത് നമസ്കാരം സഹീഹാകുന്നതല്ല. അത് വെള്ളം കൊണ്ട് വൃത്തിയാക്കിയതിനു ശേഷമല്ലാതെ, ആ നജിസ് കളഞ്ഞതിന് ശേഷമല്ലാതെ, വഖദായിദ ബാലത്ത് അല സൗബ്, അതുപോലെ തന്നെ വസ്ത്രത്തിൽ പൂച്ച മൂത്രമൊഴിച്ചാൽ ഫഇന്നഹു നജസ് വയജിബു തത്ഹീറു, അത് നജിസാണ്, അത് വൃത്തിയാക്കൽ വാജിബാണ്. ഇപ്പൊ ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത് എന്താണ്? അന്നൽ ഖിത്ത വൽ ഹിറ മിനൽ ഹയവാനാത്ത് അത്താഹിറ, താഹിറായിട്ടുള്ള ജീവികളിൽപ്പെട്ടതാണ് പൂച്ച. ഇറച്ചി ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ മൂത്രവും കാഷ്ടവും നജിസാണ്. അത് നമ്മൾ ഇറച്ചി ഭക്ഷിക്കാത്ത മൃഗങ്ങൾ, മനസ്സിലായോ? അത് പൂച്ച ഇറച്ചി ഭക്ഷിക്കുന്നതല്ല, നമ്മൾ ഇറച്ചി കഴിക്കാത്ത മൃഗങ്ങൾ. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.